പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂണ് ഇളകി വീണ് 4 വയസ്സുകാരൻ മരിച്ചു. അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ഈ അപകടമുണ്ടായത്. ആനക്കൂട്ടിൽ 3D തിയേറ്ററിന് മുൻവശം. മുൻപ് അതിരുകല്ലായി ഉപയോഗിച്ചിരുന്ന 4 അടിയോളം ഉയരം വരുന്ന കോൺക്രീറ്റ് തൂണ്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിറം പൂശി നിലനിർത്തി വന്ന ഈ കോൺക്രീറ്റ് ഭാഗമാണ് കുഞ്ഞിന്റെ തലയിലേക്ക് വീണത്. ഒരു 4 വയസ്സുകാരൻ ഇങ്ങനെ വട്ടം പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത വേളയിൽ മൂട് ഇളകി ആ കോൺക്രീറ്റ് തൂണ് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് തന്നെ വീണു എന്ന് കണക്കിലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉറപ്പിച്ചിരുന്ന അവസ്ഥ എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കോൺക്രീറ്റ് തൂണാണ് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വീണത്. ഇതിന്റെ ഏറ്റവും താഴ്വശത്ത് ഏറെക്കുറെ 30 സെന്റിമീറ്റർ മാത്രമാണ് മണ്ണോട് ചേർന്ന ഭാഗത്തുണ്ടായിരുന്നത്. തലയെ വന്ന് വീണു. അപ്പോഴേ കൊച്ചിൻ്റെ തള്ളയോട് ഫോൺ കളർ കുഞ്ഞിനെ എൻ്റെ മോനൊന്നും പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേ ബ്ലഡ് കുറേ അങ്ങ് പോയി, ഒരുപാട് അങ്ങ് ബ്ലഡ് പോയി, ഇവിടെ കുറേ മുറിവായി. അപ്പോഴേ കുഞ്ഞിൻ്റെ ബോധം അങ്ങ് പോയി. അങ്ങനെ ഓടി അവിടെ ഒരുപാട് കിടന്ന് വിളിച്ചിട്ട് കൂടെ വന്നവരൊക്കെ അങ്ങ് അകലെ നിന്ന് ചെയ്തു ഓടി. പിന്നെ അവരുടെ ഹോസ്പിറ്റലിലോട്ട് അങ്ങ് കയറ്റി ചെയ്തു. അമ്മ ശാരിയാണ് ചിത്രം എടുക്കാൻ ശ്രമിച്ചത്. ഇതിനിടെ തികച്ചും അപ്രതീക്ഷിതമായാണ് തൂൺ കുഞ്ഞിന്റെ മേൽ പതിച്ചത്. ശാരിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ബന്ധുക്കൾ കുഞ്ഞിനെ വാരിയെടുത്ത് തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് ഓടി. വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ അതിനു മുൻപ് കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിരുന്നു. തൂണ് വീഴുന്നവൻ്റെ മണ്ടയിൽ അവൻ അടിയിലായി. അങ്ങനെ തള്ള ഒരു ഓടിപ്പോയി എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ആശുപത്രി കൊണ്ടുപോയി. ആ തൂണ് ഇളകി നിൽക്കുമായിരുന്നു. തൊട്ടതേ ഉള്ളൂ. കൊച്ചു പിടിച്ച എത്ര ഉണ്ടെന്ന് അറിയാം. അത്ര ആ തൂണ് കൊച്ചു അടിയിലായി പോയി. തൂണ് മണ്ടയിൽ വീണു. കടമ്പനാട് തൊഴിപ്പാട്ട് പടിഞ്ഞാറ്റേതിൽ കുടുംബാംഗങ്ങൾ രാവിലെയാണ് കോന്നിക്ക് പുറപ്പെട്ടത്. കല്ലേലി അപ്പൂപ്പൻകാവിൽ ദർശനം നടത്തിയ ശേഷം ആനക്കൂട്ടിലേക്ക് എത്തുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ആനക്കൂട് താൽക്കാലികമായി അടച്ചു. അതേസമയം വീഴ്ച ബോധ്യമായെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ചെറിയ വീഴ്ചയല്ല, ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ 5 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല അവിടെ ഉണ്ടായിരുന്നത്. അവർ ആ കാര്യത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അഭിരാമിന്റെ മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. വിദേശത്തുള്ള അച്ഛൻ അജി നാട്ടിലെത്തുന്നത് കണക്കിലെടുത്താകും സംസ്കാരം. അജി ശാരി ദമ്പതികളുടെ ഏക മകനാണ് അഭിരാം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.